ബി.ജെ.പി. സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം എന്ന് വരും സർ? ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും എവിടെയായിരിക്കും മത്സരിക്കുക? ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളെ എന്ന് പ്രഖ്യാപിക്കണമെന്ന് ബി.ജെ.പി. തീരുമാനിക്കും. നമ്മളൊരു ചാനലാണ്. നമ്മൾ ഈ തിരുവനന്തപുരം മേയറുടെ കാര്യം വന്നപ്പോൾ പോലും നമ്മൾ മേയർ ആരായിരിക്കുമെന്ന് പറയാതെ അത് ബി.ജെ.പി. തീരുമാനിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. അതാണ് ശരിയായ നിലപാട്. ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അവരുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കേണ്ടത്, പ്രഖ്യാപിക്കേണ്ടത്. അല്ലാതെ ഇവിടുത്തെ ഓൺലൈൻ ചാനലുകാരെല്ലാം വന്നിട്ട് അല്ലെങ്കിൽ മറ്റു മാപ്പറകളെല്ലാം വന്നിട്ട് ഇന്ന ആൾ മേയറായിരിക്കും, ഇന്ന ആൾ ഇന്നടുത്ത് മത്സരിക്കും എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രവചനം എന്ന് പറയുന്ന ഒരു തരത്തിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തിലുള്ള ഇടപെടലാണ്. അല്ലെങ്കിൽ ഒരു തെറ്റായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കലാണ്. അതിന് എന്തായാലും ഇന്ത്യ ലൈവില്ല. ഇപ്പോൾ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളെ ബി.ജെ.പിയാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യം പറയാം, ബി.ജെ.പി. ആയിരിക്കും കേരളത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കാൻ പോകുന്നത്. അതിന് കാരണം 20-ാം തീയതിക്കും 24-ാം തീയതി ഇടയ്ക്ക് സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നുണ്ട്. ബി.ജെ.പിയുടെ സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം അന്ന് ആരംഭിക്കും. അപ്പോൾ ആദ്യമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറെ, സ്റ്റാർ ക്യാമ്പയിനറെ കൊണ്ടുവന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിൻ ബി.ജെ.പി. ആരംഭിക്കും. അങ്ങനെ വരുമ്പോൾ നിശ്ചയമായും ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേ പറ്റൂ. ഒരുപക്ഷെ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന മുന്നണിയും ബി.ജെ.പി. നയിക്കുന്ന എൻ.ഡി.എ മുന്നണി ആയിരിക്കാം. ഇപ്പോൾ തന്നെ ബി.ജെ.പിയുടെ 2 സ്ഥാനാർത്ഥികളുടെ പേര് വന്നു കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ നേമത്തും വി മുരളീധരൻ കഴക്കൂട്ടത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇത് രണ്ടും പ്രഖ്യാപിക്കപ്പെട്ടതാണ്. അതിൽ എതിരഭിപ്രായമില്ല. ആ 2 സ്ഥാനാർത്ഥികളുടെയും പ്രഖ്യാപനം ഓൾറെഡി കഴിഞ്ഞു. രണ്ടുപേരും പറഞ്ഞു. വി പറഞ്ഞു കഴക്കൂട്ടത്ത് മത്സരിക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞു. RC പറഞ്ഞു ഞാൻ നേമത്താണ് മത്സരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ 2 സീറ്റ് ഫില്ലായി. ബി.ജെ.പിയെ സംബന്ധിച്ച് ബി.ജെ.പി. ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. സ്വാഭാവികമായും തിരുവനന്തപുരം ജില്ലയിലെ സീറ്റുകളെ കേന്ദ്രീകരിച്ചാണ് ബി.ജെ.പിയുടെ പ്രവർത്തനങ്ങൾ നടക്കുക. ഇനി പ്രധാനപ്പെട്ടൊരു ചോദ്യം, ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാൻ താല്പര്യമുള്ള ഒരു ചോദ്യമാണ് പ്രജിത ചോദിച്ചത്. കെ സുരേന്ദ്രൻ എവിടെ മത്സരിക്കും? ബഡാ ഫൈറ്റർ ഹേ എന്ന് നരേന്ദ്രമോദി വന്ന് പറഞ്ഞ കേരളത്തിലെ ബി.ജെ.പിയുടെ ബഡാ ഫൈറ്ററായ കെ സുരേന്ദ്രൻ. അതുപോലെ ബി.ജെ.പിയുടെ എന്നല്ല, കേരളത്തിലെ ഏറ്റവും പ്രശസ്തയായ ഏറ്റവും അറിയപ്പെടുന്ന വനിതാ നേതാവ്, ഒരു തർക്കവുമില്ല, ബി.ജെ.പിയിലെ ശോഭാ സുരേന്ദ്രനാണ്. ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്താലും CPM-ലൊക്കെ ആയിരുന്നു പണ്ട് തീപ്പൊരിയായി ചിതറുന്ന വലിയ സ്റ്റേച്ചറുള്ള വനിതാ നേതാക്കന്മാരുണ്ടായിരുന്നു. ഇപ്പം CPM-ൽ ആരുണ്ട്? ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന പ്രകാശഗോപുരം പോലെ നിൽക്കുന്ന നേതാവിൻ്റെ മുന്നിൽ നിൽക്കാൻ കഴിയുന്ന വനിതാ നേതാക്കന്മാർ CPM-ലില്ല. അപ്പോൾ അതുകൊണ്ട് പ്രജിതയെപ്പോലെ കേരളത്തിലെ രാഷ്ട്രീയം ഗൗരവത്തോടെ കൗതുകത്തോടെ നോക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയേണ്ടുന്ന 2 സ്ഥാനാർത്ഥിത്വമാണ് കെ സുരേന്ദ്രൻ്റെയും ശോഭാ സുരേന്ദ്രൻ്റെയും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രനെ ഞാൻ ആദ്യം പറയാം. കാരണം നമ്മുടെ എറണാകുളത്തിന് തൊട്ടടുത്തുള്ള ജില്ല ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികളെ വിറപ്പിച്ച് കളഞ്ഞു ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം. പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് ശോഭയുടെ വിജയം ഏതാണ്ട് ഉറപ്പാണ് എന്ന് എല്ലാവരും പറയുന്ന തരത്തിലേക്ക് ശോഭ വലിയ മുന്നേറ്റം ഉണ്ടാക്കി. ഒരു തർക്കവുമില്ല. എല്ലായിടത്തും ശോഭാ സുരേന്ദ്രൻ എന്നുള്ള ഇമേജ്, ശോഭ ജയിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ പോലും എത്തിയ ആളുകളുണ്ട്. വിന്നബിലിറ്റി ഉള്ള സ്ഥാനാർത്ഥിയാണ് ശോഭ എന്ന് സകലർക്കും ബോധ്യപ്പെട്ടു. ചെറിയ ഒരു മാർജിനിൽ പരാജയപ്പെട്ടുവെങ്കിൽ പോലും ശോഭ വിജയത്തിൻ്റെ വക്കോളം എത്തിയിട്ട് മടങ്ങി പോകേണ്ടി വന്ന ഒരാളാണ്. അത് ശോഭയെ സംബന്ധിച്ച് ആറ്റിങ്ങൽ മത്സരിക്കുമ്പോഴാണെങ്കിലും എവിടെ മത്സരിച്ചാലും ശോഭയ്ക്ക് അനുകൂലമായി അമ്മമാരുടെയും ചെറുപ്പക്കാരുടെയൊക്കെ ഒരു വലിയ നിര, അപാലവൃദ്ധം, അമ്മമാരും ചെറുപ്പക്കാരും മാത്രമൊന്നുമല്ല, സകലർക്കും ശോഭാ സുരേന്ദ്രനെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും ഞാൻ ആലപ്പുഴയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആലപ്പുഴയിലെ ജനങ്ങൾ ശോഭയെ അവിടെ സ്ഥാനാർത്ഥിയായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും നോക്കിയത് ആലപ്പുഴ ജില്ലയിൽ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലെയും ബി.ജെ.പി. കിട്ടിയ വോട്ടിൻ്റെ കണക്ക് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാനൊന്ന് എടുത്തു നോക്കിയപ്പോൾ അരൂര് ബി.ജെ.പിക്ക് 36,840 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ചെങ്ങന്നൂർ 41,674 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. കായംകുളത്ത് 33,455 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരല്പം കൂടി ഒരു 2,000-3,000 വോട്ട് കൂടെ കിട്ടിയാൽ ജയിക്കാവുന്ന 3 മണ്ഡലങ്ങളാണ് കായംകുളം, അരൂര്, ചെങ്ങന്നൂർ. ഈ 3 മണ്ഡലം ആലപ്പുഴ ജില്ലകളിലാണ് ഈ വലിയ തോതിലുള്ള മുന്നേറ്റം ബി.ജെ.പി. ഉണ്ടാക്കിയിട്ടുള്ള 3 മണ്ഡലം. 3 മാത്രമല്ല, ബാക്കി മണ്ഡലങ്ങളിലൊക്കെ ബി.ജെ.പിക്ക് ഗണ്യമായി ആലപ്പുഴയിൽ വോട്ട് കൂടിയിട്ടുണ്ട്. എന്നാൽ പോലും വിന്നബിലിറ്റിയിൽ ഏതാണ്ട് വിജയത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന വോട്ട് ഷെയർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ 3 മണ്ഡലങ്ങളിൽ ആലപ്പുഴ ജില്ലയിൽ ബി.ജെ.പി. കിട്ടി. അപ്പം നിശ്ചയമായും ഞാൻ മനസ്സിലാക്കുന്നത് ആലപ്പുഴയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്
തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അരൂരൊക്കെ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിൽ ശോഭ ഉണ്ടാക്കിയ ഒരു വേവുണ്ട്, ശോഭാതരംഗം. ഈ ശോഭാതരംഗം നിലനിർക്കെ വീണ്ടും ശോഭ അവിടെ വരുമ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനേക്കാൾ കിട്ടിയതിനേക്കാൾ വോട്ട് പിടിക്കാൻ പറ്റും. സർ, പക്ഷേ എൻ്റെ ഒരു സംശയമാണ്, ശോഭാ സുരേന്ദ്രൻ ആദ്യം വോട്ട് ഷെയർ ഉയർത്തുന്ന പല സ്ഥലങ്ങളിൽ നിന്നും പിന്നീട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു നീക്കം ഉണ്ടാവും? അല്ല, അങ്ങനെ നീക്കം മാറ്റിയിട്ടുണ്ടെന്നുള്ളതല്ല. ഒരാൾ ഒരു മണ്ഡലത്തിൽ തന്നെ സ്ഥിരമായി മത്സരിക്കുക എന്നുള്ള രീതിയൊന്നുമില്ല. ഞാൻ പറയട്ടെ, ശോഭ വന്നതിന് ശേഷം ആറ്റിങ്ങിൽ വലിയ മുന്നേറ്റം ഉണ്ടായി. അത് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ VM കൂടെ ചെയ്തു. അപ്പോൾ നമുക്ക് ക്രൗഡ് പുള്ളറായിട്ടുള്ള വോട്ട് വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു നേതാവിൻ്റെ ഒരു മണ്ഡലത്തിടുക, അവരുടെ സ്വാധീനം കൊണ്ട് പാർട്ടി വോട്ടുകൾ ഉണ്ടാവുക. ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പിന്നെ നട്ട് നനച്ച് വളർത്താൻ മറ്റൊരു നേതാവ് വന്നാലും കുഴപ്പമൊന്നുമില്ല. ആ ആൾ തന്നെ അവിടെ നിന്നാൽ ചിലപ്പോൾ വിജയിക്കുമായിരിക്കാം, ചിലപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞു എന്നും വരാം. അപ്പോൾ ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു നേതാവ് എന്ന തരത്തിൽ കണ്ടാൽ മതി. അല്ലാതെ മണ്ഡലത്തിൽ നിന്ന് മാറ്റി എന്നൊക്കെ പറയുന്നത് ഈ രാഷ്ട്രീയമായി മറ്റ് എതിർചേരിയിൽപ്പെടുന്നവരും മാപ്രകളും പറയുന്നൊരു ഭാഷയാണ്. അതുകൊണ്ട് ഞാൻ കണക്കാക്കുന്ന ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കായംകുളമോ അരൂരോ ചെങ്ങന്നൂരോ ഒക്കെ ശോഭയ്ക്ക് തിരഞ്ഞെടുക്കാവുന്ന മണ്ഡലമാണ്. ഇനി ഇതിലേതെങ്കിലും ഇപ്പം കായംകുളത്താണെങ്കിൽ ഒരുപക്ഷെ ചെങ്ങന്നൂർ സ്ഥാനാർത്ഥിയായിട്ട് അനൂപ് ആൻ്റണി വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അനൂപ് ആൻ്റണി BJPയിലെ യുവനേതാവാണ്, BJP ജനറൽ സെക്രട്ടറിയാണ്. കഴിഞ്ഞ പ്രാവശ്യം പോലും ചെങ്ങന്നൂർ ഒരു പക്ഷേ അനൂപായിരുന്നെങ്കിൽ വിജയം നേടാൻ കഴിയുമായിരുന്നു എന്ന് കരുതുന്നു. അനൂപിൻ്റെ സ്ഥലമാണ്, ജന്മസ്ഥലം കൂടിയാണ് ചെങ്ങന്നൂർ എന്നാണ് എൻ്റെ ഓർമ്മ. ആ പ്രദേശം അവിടെ വലിയ സ്വാധീനമുള്ള വ്യക്തിപരമായും കുടുംബപരമായും ബന്ധങ്ങളുള്ള ഒരാളെന്ന നിലയിൽ അനൂപ് ആൻ്റണിക്ക് ഒരു പക്ഷേ ചെങ്ങന്നൂർ സാധ്യത ഉണ്ടാവാം. അപ്പോൾ ഏതായാലും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലായിരിക്കാനാണ് സാധ്യത. ഇത് ഇന്ത്യ ലൈവിൻ്റെ ഒരു നിരീക്ഷണം മാത്രമാണ്. തീരുമാനിക്കേണ്ടത് BJPയാണ്. നമ്മൾ അവിടെ സ്ഥാനാർത്ഥിയൊന്നും അവിടുത്തെ അടിച്ചേൽപ്പിക്കുന്നില്ല. അതുപോലെ കെ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ BJPയെ സംബന്ധിച്ച് ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സീറ്റ്, ഒരു ജില്ല പാലക്കാടാണ്. പാലക്കാട് തിരുവനന്തപുരം പോലെ തന്നെ നഗരസഭയുടെ ഭരണം കിട്ടിയിട്ടുള്ള പാലക്കാട് BJPയുടെ വലിയ സ്വാധീന മേഖലയുള്ള ഒരു സ്ഥലമാണ് പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിൽ ഞാൻ നോക്കുമ്പോൾ മലമ്പുഴ VS അച്യുതാനന്ദനെ പാർട്ടി വിഭാഗീയത ഉള്ള സമയത്ത് തോൽപ്പിക്കാൻ പിണറായി വിഭാഗം നോക്കിയാലും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു സ്ഥലം എന്ന നിലയിൽ VS പക്ഷം കണ്ടെത്തിയ സുരക്ഷിതമായ സീറ്റായിരുന്നു മലമ്പുഴ. ഈ മലമ്പുഴയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 45,530 വോട്ട് കിട്ടിയിട്ടുണ്ട്. 45,530 വോട്ട് ഒരു നിയമസഭയെ പിടിച്ചാൽ ജയിച്ചു. അപ്പം ഷുവർ ബെറ്റ് പോലെ കിടക്കുന്ന ഒരു സീറ്റ് മലമ്പുഴയിലുണ്ട്. 45,530 വോട്ടുകളുടെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റുമായി മലമ്പുഴയുണ്ട്. ഇനിയുള്ളത് പാലക്കാടാണെങ്കിൽ 38,003 വോട്ടുകളാണ് എൻ്റെ പക്കലുള്ള കണക്ക് പ്രകാരം BJPക്ക് കിട്ടിയത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻ എന്നുള്ള ഏറ്റവും ഗ്ലാമറസ് ആയുള്ള സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു. ഓപ്പോസിറ്റ് ഷാഫി പറമ്പിലായിരുന്നു. എന്നിട്ട് 3,859 വോട്ടിന് ശ്രീധരൻ തോറ്റു പോകുന്നൊരു സ്ഥിതി ഉണ്ടായി. അതിനുശേഷം പിന്നീട് ഷാഫി മാറിയിട്ട് മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിൽ, അത് ഞാൻ തമാശ പറഞ്ഞതാണ് കേട്ടോ. പക്ഷേ ആ സ്വഭാവം അനുസരിച്ച് ഈ CPMകാർ നാട് മുഴുവൻ പൂവൻകോഴിയുടെ പടം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, രാഹുലിൻ്റെ പടം വെച്ചിട്ട്. അതുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നതാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ആരോപണ വിധേയനായ, കോഴി ആരോപണത്തിൽ തന്നെ വിധേയനായ, എന്തിനാ മടിക്കുന്നത് പറയാൻ, വിധേയനായ ആ ചെറുപ്പക്കാരൻ സ്വന്തം ജീവിതം കൊണ്ട് പെൺവേട്ടയ്ക്ക് വേണ്ടി രാഷ്ട്രീയ ജീവിതം നശിപ്പിച്ച അയാൾ മത്സരിച്ചപ്പോൾ അത് 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു. ജനങ്ങൾ വല്ലാതെ തെറ്റിദ്ധരിച്ചു പോയി. രാഹുലിനെ കാണുമ്പോൾ അങ്ങനെയാണല്ലോ, എന്തൊരു നല്ല ചെറുപ്പക്കാരൻ, പ്രസൻറ്റബിൾ, എന്തൊരു ഭാഷ എന്നൊക്കെ. കയ്യിലിരിപ്പ്, ആളടുത്തറിയണം എന്ന് പറയുന്ന പോലാണല്ലോ. അപ്പോൾ അത് കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും മനസ്സിലായ ഒരാളാണ്. അപ്പോൾ വലിയ ഒരു തിരിച്ചടി രാഷ്ട്രീയമായി UDFന് അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പാലക്കാടാണോ സുരേന്ദ്രൻ, പാലക്കാട് മണ്ഡലത്തിലാണോ മത്സരിക്കുക എന്ന കാര്യം പാർട്ടി തീരുമാനിക്കും. അപ്പോൾ ഏതായാലും സുരേന്ദ്രനെ ഫീൽഡ് ചെയ്താൽ ഉറപ്പിച്ച് ജയിക്കാവുന്ന ഒന്നിലേറെ മണ്ഡലങ്ങൾ പാലക്കാട് ജില്ലയിലുണ്ട്. അപ്പോൾ സുരേന്ദ്രനെ പോലെയുള്ള, അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന BJP ഓരോ ജില്ലയിലും ഒരു സ്റ്റാർഡമുള്ള നേതാക്കന്മാരെ മത്സരിപ്പിക്കുക. അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ശോഭ മത്സരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഇമേജ് തൊട്ടടുത്ത മണ്ഡലങ്ങളിലും ഉണ്ടാവും. അങ്ങനെ ഒരു രീതി BJP അവലംബിക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. അതാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാനിപ്പം ആലപ്പുഴ ജില്ലയിൽ ഞാൻ പറഞ്ഞ ചില സ്വഭാവവിശേഷങ്ങൾ പാലക്കാടുമുണ്ട്. കാരണം ആലപ്പുഴ ജില്ലയുടെ ഏറ്റവും വലിയൊരു കരുത്തെന്ന് പറയുന്നത് അവിടുത്തെ വലിയ തോതിലുള്ള ഈഴവ വോട്ട് ബാങ്കാണ്. ഹിന്ദു ഭൂരിപക്ഷമാണ്. അരൂർ മണ്ഡലത്തിലാണെങ്കിലും ആലപ്പുഴയിലെ പല മണ്ഡലങ്ങളിലാണ്, ചേർത്തലയിലാണെങ്കിലും എല്ലാം വോട്ടർമാരിൽ കൂടുതലും ഹിന്ദുക്കളാണ്. പക്ഷേ അവർക്ക് പരമ്പരാഗതമായി കമ്മ്യൂണിസ്റ്റ് വോട്ടുകളാണ്. ആ വോട്ടുകളാകെ ചോർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശനും വലിയ സ്വാധീനമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ്റെ വാത്സല്യത്തിന് പാത്രീഭൂതയായിരിക്കുന്ന
ഒരു നേതാവും കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ. ഇതെല്ലാം കൂടെ വരുമ്പം ശോഭയ്ക്ക് അവിടെയും പാലക്കാട് ജില്ലയിൽ സുരേന്ദ്രനും അനായാസം ജയിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് മാത്രം സ്വാധീനമുള്ളൊരു പാർട്ടി എന്നുള്ള ഇമേജ് മാറ്റിയിട്ട് കേരളത്തിലെ പല ജില്ലകളിലും ജയിക്കാൻ പറ്റുന്ന ഒരു സ്വാധീന മേഖലയിലേക്ക് മാറാം. ഇപ്പം പറ്റും നമ്മൾ ആലോചിക്കുമ്പോൾ ഞാൻ കൊടുങ്ങല്ലൂർ വോട്ട് കണ്ടു കേട്ടോ. കൊടുങ്ങല്ലൂർ 35,999 വോട്ടുണ്ട് കൊടുങ്ങല്ലൂർ BJPക്ക്. അപ്പോൾ മുമ്പ് അവിടെ എന്താണ് ഗൗരിയമ്മയുടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നല്ലോ, JSS അല്ലേ, JSS എന്നുള്ള പാർട്ടിയുടെ പേരിൽ ഉമേഷ് ചള്ളിയിൽ എന്ന് പറയുന്ന എൻ്റെ ഒരു പഴയ സുഹൃത്താണ്. അദ്ദേഹം അവിടെ മത്സരിച്ച് JSSൻ്റെ പേരിൽ ജയിച്ചിട്ടുണ്ട്. വലിയ തോതിൽ ഈഴവ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഉണ്ടായിട്ട് ഉമേഷ് ചള്ളിയിൽ അവിടെ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ BJPക്ക് ഇങ്ങനെ ജയിക്കാൻ പറ്റുന്ന കുറേ സീറ്റുകൾ എല്ലായിടത്തും ഉണ്ട്. ഇപ്പം നമ്മളിപ്പം തിരുവനന്തപുരത്തേക്ക് വന്നാൽ തിരുവനന്തപുരത്ത് ഇപ്പം കാട്ടാക്കടയിൽ ഒരു പക്ഷേ മത്സരിക്കാൻ സാധ്യത BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗമായ മുൻ സംസ്ഥാന അധ്യക്ഷനായ PK കൃഷ്ണദാസ് ഒരു നല്ല സ്ഥാനാർത്ഥി ആയിരിക്കും. അവിടെ 46,372 വോട്ടുകൾ BJPക്ക് കാട്ടാക്കടയിൽ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുണ്ട്. അതൊരു ജയിക്കാൻ പറ്റുന്ന വോട്ട് ഷെയറാണ്. ആ വോട്ടുകൾ നിലനിർത്തിയാൽ മാത്രം BJP സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ പറ്റും. ഇനിയിപ്പം വന്ന് കുറച്ചുകൂടെ മാറ്റിയത് വട്ടിയൂർക്കാവിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നുണ്ട്. വട്ടിയൂർക്കാവ് ഇപ്പം ലൈം ലൈറ്റിൽ നിൽക്കുന്നൊരു മണ്ഡലമാണ്. കാരണം ഈ പ്രശാന്തും ശ്രീലേഖയും തമ്മിലുള്ളൊരു ഏറ്റുമുട്ടലൊക്കെ ഉണ്ടായപ്പോൾ ശ്രീലേഖ ഒരു പക്ഷേ വട്ടിയൂർക്കാവിൽ മത്സരിക്കുമോ എന്നൊരു ചോദ്യം പൊതുവിൽ ഉയരുന്നുണ്ട്. അതല്ല നമ്മുടെ സിനിമ സീരിയൽ താരം കൂടിയായ കൃഷ്ണകുമാറാണോ മത്സരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഇത് പാർട്ടി തീരുമാനിക്കും. നമ്മളല്ല പറയുക കൃഷ്ണകുമാർ സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞ് ചില ചാനലുകാർ ചെയ്യുന്നുണ്ട്, ശ്രീലേഖ സ്ഥാനാർത്ഥി എന്നും പറഞ്ഞ് ചെയ്യുന്നുണ്ട്. ഇവരിൽ ആരെന്നുള്ളത് BJP തീരുമാനിക്കട്ടെ. പക്ഷേ അതിനുള്ള സാധ്യത പരിഗണിക്കപ്പെടുന്ന പേരുകൾ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ വട്ടിയൂർക്കാവിൽ ഈ പറഞ്ഞതുപോലെ BJPയുടെ വോട്ടെന്ന് പറഞ്ഞാൽ 38,228 വോട്ടുകളാണ് BJPക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതെന്നാണ് കണക്കാണുന്നത്. അതും സ്ഥാനാർത്ഥി മാറുന്നതനുസരിച്ച് കൂടി വരാവുന്ന, കുറയാനൊന്നും പോകുന്നില്ല, കുറയാനുള്ള ഒരു നെഗറ്റീവ് ഫാക്ടറൊന്നുമില്ല. ഈ മണ്ഡലങ്ങളിലെ വോട്ടും കൂടാം. അപ്പം എനിക്ക് തോന്നുന്നത് BJPക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു ജില്ല തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളും സംസ്ഥാനത്തെ മറ്റു പല ജില്ലകളിൽ, അത് നമുക്ക് വിശദമായി ഓരോ ജില്ലകൾ തോറുമുള്ള ഒരു പര്യടനം, നമുക്ക് വാർത്താ പര്യടനം നമുക്ക് ആരംഭിക്കാം. ഇതൊന്നും നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതൊന്നും ഞങ്ങൾ ആധികാരികമായി പറയുന്നതോ ഒന്നുമല്ല, സാധ്യതകൾ വെക്കുകയാണ്. ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ ഒരു മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനില്ല. BJP എന്ന് പറയുന്ന ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, അവരാണ് അവരുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കേണ്ടത്. ഇതിങ്ങനെ ഹിയർസേയുടെ ഒക്കെ അടിസ്ഥാനത്തിലും കണക്ക് വെച്ചും മാത്രമുള്ള ഒരു സ്പെക്കുലേഷൻ മാത്രമാണ്. ഇത് ഫൈനൽ അല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കാരണം മറ്റ് മാധ്യമങ്ങളെപ്പോലെ ഞങ്ങൾ അങ്ങനെ BJP ഇന്ന സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം എന്നുള്ള നിലപാടുള്ളവരല്ല. BJPയിലുള്ള എല്ലാവരും മത്സരിക്കാൻ യോഗ്യരാണ്. BJP സ്ഥാനാർത്ഥികൾ എല്ലാവരും പ്രഗത്ഭരുമാണ്. അതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് മണ്ഡലത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥിക്ക് മാത്രമല്ല, BJPയുടെ ചിഹ്നമായ താമരയ്ക്കും കൂടിയാണ്. അതുകൂടെ കണക്കിലെടുത്ത് ജനങ്ങൾ തീരുമാനിക്കട്ടെ, പാർട്ടി തീരുമാനിക്കട്ടെ. ഏതായാലും നമ്മുടെ ഒരു ഊഹം അനുസരിച്ച് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങളും പറഞ്ഞു കേൾക്കുന്നതും എൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊന്നും ഔദ്യോഗിക BJP സോഴ്സിൽ നിന്നുള്ള വിവരങ്ങളല്ല. 36 മണ്ഡലങ്ങളിൽ BJPക്ക് വിന്നബിലിറ്റി ഉണ്ട് എന്നാണ്. ആഞ്ഞു പിടിച്ചാൽ ഒരു 5,000 വോട്ട് വരെയൊക്കെ പിടിച്ചാൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് കിട്ടിയതിനേക്കാൾ ഒരു 5,000 വോട്ട് കൂടെ പിടിച്ചാൽ ഒരു 36 സീറ്റുകൾ വരെ BJPക്ക് ജയസാധ്യത ഉണ്ടെന്നുള്ളൊരു പട്ടിക നേരത്തെ സ്റ്റേറ്റ് പോലീസ് ഉൾപ്പെടെ തയ്യാറാക്കിയത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ 36 സീറ്റ് BJPക്ക് കിട്ടുമെന്നല്ല അതിൻ്റെ അർത്ഥം. BJPക്ക് മുമ്പത്തെ പോലെയല്ല, വലിയ വിന്നബിലിറ്റി ഉണ്ട്. ഇവിടെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, BJPക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ഇടത് വലത് ഇങ്ങനെ മാറി ഈ നാടിനെ മുടിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുസ്ഥിതിയൊന്നും മാറണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന BJP അനുഭാവികളും രാഷ്ട്രീയമില്ലാത്ത ഇടതിനെയും വലതിനെയും അടുത്ത ആളുകളുണ്ട്. പക്ഷേ അവർ പറയുന്നത് BJPക്ക് ജയസാധ്യതയില്ലല്ലോ എന്നാണ്. BJPക്ക് വോട്ട് ചെയ്താൽ BJP അധികാരത്തിൽ വരത്തില്ലല്ലോ. അവർ പോയി നോട്ടയ്ക്ക് കുത്തിയാലും കാര്യമില്ല, നോട്ടയ്ക്ക് കുത്തിയാൽ അത് കൗണ്ട് ചെയ്യത്തില്ല, നോട്ടയ്ക്ക് കിട്ടിയെന്നേ പറയുന്നുള്ളൂ. പക്ഷേ അങ്ങനെയല്ല, ഒരു പാർട്ടിക്ക് വിന്നബിലിറ്റി ഉണ്ടാവുന്നത് നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യുമ്പോഴാണ്. BJPക്ക് വിന്നബിലിറ്റി ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ ഇടതിനും വലതിനും ബദലായി BJP വളരണമെങ്കിൽ നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്താലേ പറ്റുള്ളൂ. ഓരോ തവണ BJPക്ക് നിങ്ങൾ വോട്ട് ചെയ്യുമ്പോഴും BJPയുടെ വിന്നബിലിറ്റി കൂടുകയാണ്, ജയസാധ്യത കൂടുകയാണ്. ജയസാധ്യത കൂടിയാണ് വിജയത്തിലേക്ക് എത്തുക. അതുകൊണ്ട് നിങ്ങളുടെ വോട്ട്, നിങ്ങൾ ഈ കേരളത്തെ ഭരിച്ചു മുടിച്ച് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും പിന്നാക്ക സംസ്ഥാനമാക്കി മാറ്റിയിരിക്കുന്ന 2 മുന്നണികളെ മറികടക്കാനും ചവറ്റുകുട്ടയിൽ കളയാനും ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ വോട്ട് നിങ്ങൾ ഈ 2 മുന്നണിക്കും അല്ല ചെയ്യേണ്ടത്. അത് നിങ്ങൾ വോട്ട് ചെയ്താലേ വിജയസാധ്യതയുള്ള ഒരു മുന്നണിയായി ആ മുന്നണി മാറുകയുള്ളൂ എന്ന് നിങ്ങൾ ഓർമ്മിക്കുക കൂടി വേണമെന്നാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതായാലും കേരളത്തിൽ പഴയ പോലെയൊന്നുമല്ല, BJPയുടെ സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് 36 മണ്ഡലങ്ങളിൽ
വലിയ തോതിൽ ഏതാണ്ട് വിജയത്തിനടുത്തുള്ള വോട്ട് ഷെയറുമായിട്ടാണ് BJP നിൽക്കുന്നത്. അത് നമ്മൾ കാണാതെ പോകരുത്. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഈ വാർത്തകളൊക്കെ കണക്കുകളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇന്ത്യ ലൈവ് എന്നുള്ള ചാനലാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളിത് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഒരു സഹായം ഞങ്ങൾക്ക് വേണം. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടൻ അത് ക്ലോസ് ചെയ്ത് പോവാതെ അതിൽ ഇന്ത്യ ലൈവിൻ്റെ ആ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ നമ്മുടെ പേജ് ഓപ്പണായി വരും. അവിടെ സബ്സ്ക്രൈബ് എന്നുള്ള ബാറിലൊന്ന് വിരലമർത്തുക. പിന്നെ ആ ബെൽ ഐക്കണിലൊന്ന് വിരലമർത്തിയാൽ നിരന്തരം വീണ്ടും 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 നിങ്ങളോട് ഇങ്ങനെ സംവദിക്കാൻ ഞങ്ങൾക്ക് അത് കരുത്ത് നൽകും.